ഒരു പാവം ചേട്ടൻ സൈക്കിളിൽ കഷ്ടപ്പെട്ട് ഇങ്ങനെ പോകാം. ഒന്നും സഹായിച്ചാലോ? പിന്നെ സഹായിക്കാം. ഞാൻ ബാക്കിലേക്ക്. ബാക്കിലേക്ക്. കുഴപ്പമില്ലേട്ടാ, ഞങ്ങൾ പോയിക്കോളാം. നിങ്ങൾ എന്തൊട്ട് കോപ്പ കാണിക്കണ? മനുഷ്യനെ കൊല്ലോ. അല്ല ചേട്ടൻ കഷ്ടപ്പെട്ട് ഇങ്ങനെ സൈക്കിൾ ഔട്ടി കണ്ടപ്പോ നിനക്ക് ഒന്നിനാ തോന്നിയാ? അല്ല ചേട്ടനൊന്ന് സഹായിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. സഹായം സ്വാമിയായി പോയി അല്ലെങ്കിൽ ഉണ്ടല്ലോ. ഓ സ്വാമിയാണല്ലേ. ചേട്ടൻ എന്നാ മലയ്ക്ക് പോണേ? എന്തിനാ അങ്ങോട്ട് വന്നിട്ട് എന്നെ ഉന്തിട്ട് കൊല്ലാനാണോ? അല്ല, ഓരോരോ മണ്ടന്മാരിറങ്ങിക്കോളും. ആരാടാ? നിന്നെയാണോ? നിന്നെ എനിക്ക് പൂച്ച ഉച്ചോളാ. 2 കൊല്ലം കൂടി ഉച്ചയ്ക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ നമ്മുടെ സ്വന്തം കേറ്ററിംഗ് സർവീസ്, ഫ്രണ്ട്സ് കേറ്ററിംഗ് സർവീസ് വരഡിയം തുടങ്ങി. ഇന്ത്യസ് നമ്പർ 1 കേറ്ററിംഗ് സർവീസ് ഇൻ വരഡിയം. ഫുൾ പേയ്മെന്റ് ടു വർക്കേഴ്സ് ഇൻ വരഡിയം. എന്താ ചെയ്യാവുന്നുള്ളൂ. ദിവസമായിട്ടും കുറച്ച് കാശ് തരാണ്ട് നല്ല പറഞ്ഞു ഓർക്കും. അല്ല ജോസേട്ടാ, തരാനുള്ള കാശ് കുറച്ച് കിട്ടിയിരുന്നെങ്കിൽ. ജോസേട്ടാ, തരാനുള്ള കാശ്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തിരിച്ചോണ്ടെന്ന് ചെമ്പര് ഫുള്ള് പോറലായിരുന്നോ? ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കേ. അല്ല, അതന്ന് ബിരിയാണി അടി പിടിച്ചപ്പോഴേ കയ്യിൽ വെച്ച് ഇളക്കിപ്പോ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? നാളെ ഉച്ചയ്ക്ക് ഒന്ന് വണ്ടി എടുത്താ പോരെ? ജോസേട്ടാ, അല്ല കുറച്ച് കാശ് കിട്ടിയിരുന്നെങ്കിലേ. അതെ, നിങ്ങളുടെ ക്യാഷൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഫുള്ള് സേഫാ. അതെ, അതിന് കുറച്ച് കാശ് കിട്ടിയിരുന്നെങ്കിൽ. നിങ്ങൾക്കിപ്പോ എന്തിനാ കാശ്? നിങ്ങൾ ചെറുപ്പക്കാരല്ലടാ. നിങ്ങളിപ്പോ എന്ത് ഇത്ര ചെലവ്? ഇനി അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ജോസേട്ടനോട് ചോദിച്ചൂടെ? ഞാൻ തരില്ലേ കടമായിട്ട്? അല്ല, ഹൗസ് ഓണർ വാടക ചോദിക്കണ്ടേ? നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാണ്ട് കണ്ടു വീട്ടിൽ പോയി നിൽക്കണത്? ഞാൻ എത്ര തവണ പറഞ്ഞതാ എൻ്റെ വീട്ടിൽ വന്നു നിങ്ങൾക്ക്. ഞാൻ പായ വരച്ചിട്ടില്ലേ ടെറസില് പകുതി വാടകയ്ക്ക്? അല്ല, അത് മഴ പെയ്തൊരു ബുദ്ധിമുട്ടാവില്ലേ? മഴ പെയ്ത ബുദ്ധിമുട്ടാവും. നിങ്ങളൊരു കാര്യം ചെയ്യേ, ഇപ്പം ധൈര്യമായിട്ട് വീട്ടിൽ പോക്കോ. നാളെ നിങ്ങൾ വൈകിട്ട് അടുക്കളയിൽ നിന്ന് ബിരിയാണി എടുത്തിട്ട് വൈകുന്നേരം ഒരു 6 മണി ആകുമ്പോൾ അവിടേക്ക് വായോ. ഞാനവിടെ ഉണ്ടാവും. സ്ഥലം എവിടെയായിരുന്നു? സ്ഥലം പട്ടിത്തറ ഭാഗത്താ. ലൊക്കേഷൻ ഞാൻ അയച്ചു തരാം. പിന്നെ പുതിയ വണ്ടിയാ, സെക്കൻഡ് വാങ്ങിയത്. നാശാക്കാണ്ട് നോക്കണം കേട്ടാ. ഓക്കെ. നിങ്ങളിനി എന്താ പരിപാടി? അല്ല, ഞങ്ങൾ ഇറങ്ങാം. ഇന്ന് ലോങ് ആയിരുന്നില്ലേ ക്ഷീണം? അങ്ങനെ ഒരു കാര്യം ചെയ്യേ, ബാക്കിയുള്ള ബലൂൺ കൂടി ആ കെട്ടഴിച്ച് വെച്ചോ. ഇന്നത്തെ ബാക്കിയാ, നാളെ പിന്നെ ഉപയോഗിക്കാലോ. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരാം. നിങ്ങൾ കഴിച്ചല്ലോ അല്ലേ? ഇല്ല, കഴിച്ചിട്ടില്ല. എന്നാ ശരി. ബിസിനസ്സൊക്കെ ഭയങ്കര കോമ്പറ്റീഷനാന്നേ, എല്ലാം നമ്മൾ തന്നെ ചെയ്യണന്നേ. അല്ലടാ, നമുക്ക് ആ ജോസേട്ടൻ തരണ കാശ് വെച്ച് UK വിട്ടാലോ? എടാ, അതെന്തിനാടാ? നമുക്ക് നാട്ടിൽ തന്നെ എന്തെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും പണ്ട് തുടങ്ങായിരുന്നല്ലോ എന്നൊക്കെ ആലോചിച്ച് കുറ്റപ്പാടടിക്കും. താങ്ക് യു തന്നെ. ഗേറ്റ് ഒക്കെ എന്നൊക്കെ നല്ല പണിക്കാരൊന്നും പിന്നെ ഇതൊന്ന് പെയിന്റ് അടിക്കണം. മഞ്ഞ പെയിന്റ്, അത് അടിപൊളിയോ? നല്ല വൃത്തിയാവും.
പെണ്ണിന് വേണം മണിയുള്ള ബാങ്കിൽ മണിക്കിട്ട ക്യൂ മണിക്കിട്ടാൻ അക്കൗണ്ട് ബാലൻസ്. ഓഫ് തലവേനിക്കണം ഇഷ്ടം. എടാ എന്താടാ റാപ്പിനെന്താ പ്രശ്നം? കുറെ വാക്കുകൾ ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞ പാട്ടായ കവിതയുടെ പൊട്ടായ കവിതേ. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൊച്ചുമോളുടെ കല്യാണത്തിന് പോവുക. അവൻ എന്നെ ഒരു വിലക്കുറവുണ്ട്, അത് ഞാൻ ഇന്ന് മാറ്റിക്കൊടുക്കും. ആ ജോസയുടെ ലൊക്കേഷൻ അയച്ചിട്ടുണ്ടല്ലോ, ബെസ്റ്റ്. അവിടെ ലൈവ് ലൊക്കേഷൻ അയച്ചേക്കണല്ലോ. നിങ്ങൾ വിളിച്ചോക്കടാ, കറക്റ്റ് ലൊക്കേഷൻ അയച്ചു തരാൻ പറ. ആ സീനില്ല, പട്ടിത്തറ ഭാഗത്താന്നല്ലേ പറഞ്ഞത്, അവിടെ ചെന്ന് നോക്കാം. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് അപ്പം? രണ്ടുപേരും ഇവിടെ തന്നെയാണ്, അവിടെ അടുത്ത് തന്നെ വീടൊക്കെ ആണോ? ഒരു പാവ അപ്പാപ്പൻ വണ്ടിക്ക് കൈ കാണിക്കുന്നുണ്ട്, സഹായിക്കില്ലേ? പിന്നെ സഹായിക്കാം. നിങ്ങൾ പാറക്കുളം ഭാഗത്തേക്കാണോ പോണേ? ആ അവിടേക്ക്, ആ എൻ്റെ അടുത്താ. ഞങ്ങൾ വന്ന് വണ്ടി കേടായി. ആ നിൽക്കുന്ന എൻ്റെ കൊച്ചുമക്കളാ. നിങ്ങൾ പാറക്കുളം ഭാഗത്തേക്കാണ് പോകുന്നെങ്കിലേ ഞാനും കൂടെ ആകും വരാം. അവരോട് വണ്ടിയൊക്കെ നന്നാക്കി പൊക്കോളാൻ പറയാം. ആ അപ്പാ കയറിക്കോ, ഞങ്ങളവിടെ വെക്കാം. ആ ഒരു വണ്ടിയൊക്കെ നന്നാക്കി. ആ ശരി ശരി, കയറിക്കോ. താങ്ക് യു. ആ താങ്ക് യു. ശരി ശരി. അപ്പം നിങ്ങൾ വിട്ടോളേ, ഞാനിവിടെ പൊക്കോളാം. ആരാത്? പെണ്ണിന് വേണം മണിയുള്ള ബാങ്കിൽ മണിക്കിട്ട ക്യൂ. ആ നന്നായി. എനിക്ക് ഇങ്ങനത്തെ പാട്ട് കേട്ട തലവേനെടുക്കും. എന്തെങ്കിലും കുറെ വാക്കുകൾ ഇങ്ങനെ വേഗത്തിൽ പറഞ്ഞ പാട്ടാവോ? ആ കറക്റ്റ്. പക്ഷെ ചിലവര് പറയണത് ഇത് കവിതയാണ്. കവിതേ? നിങ്ങളെ പാറക്കുളം ഭാഗത്തേക്കായ നന്നായി. അവിടെ എന്തിനാ പോണേ? ഞങ്ങളവിടെ കേറ്ററിംഗിന്റെ പരിപാടിയാ പാപ്പ. ഓ നന്നായി. ബിസിനസ് ഒക്കെ എങ്ങനെ പോകണം? ബിസിനസ് ഒക്കെ എന്ത്, ഭയങ്കര കോമ്പറ്റീഷൻ അല്ലേ, എല്ലാ പണിയും നമ്മൾ തന്നെ ചെയ്യണം. അല്ലെങ്കിലേ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ് നല്ലത്. ഇല്ല പാപ്പ, ഞങ്ങള് വർക്കേഴ്സാ. ഓണർ വീടിൻ്റെ ഒരു ചേട്ടനാ, ജോസേട്ടൻ. ഓ ഞാനും പാചകം തന്നെയായിരുന്നു, ഹോട്ടലിലായിരുന്നു. ഓ അടിപൊളി. അതെവിടെയായിരുന്നു? പിന്നെ ആ ഹോട്ടൽ ഞാനങ്ങ് വാങ്ങി. ഇപ്പൊ കൊച്ചുമക്കൾ നടത്തുന്നത്. നേരത്തെ നിങ്ങൾ കണ്ടില്ലേ വഴിയിൽ വെച്ച് അവര്? ഓ ഹോട്ടലാണല്ലേ. ഞങ്ങളിങ്ങനെ എന്തെങ്കിലും പുതിയതായിട്ട് തുടങ്ങണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ എങ്ങനെയാ? ഓരോ ട്രിപ്പിന് വേണം നിങ്ങൾക്ക് കാശ്? അല്ല അങ്ങനെ ഓരോ ട്രിപ്പിന് കാശ് അങ്ങനെയല്ല. ഞങ്ങളുടെ കാശ് ഇപ്പൊ ഉണ്ട് ജോസേട്ടൻ്റെ, സേഫാ സംഭവം. പക്ഷെ ഞങ്ങൾ എപ്പോൾ ചോദിച്ചാലും തരുന്ന പറഞ്ഞേക്കണേ. ജീവിതത്തിൽ കാശ് കണ്ട എത്ര കാര്യങ്ങളുണ്ടാ. കുടുംബം, കുട്ടികള്, കാറ്, വീട്, കാശ്. നീ എപ്പോഴും ഈ കാശ് എന്ന് പറഞ്ഞ് മാത്രം നടക്കല്ലേ. ജോസേട്ടനാണെങ്കിൽ ഞങ്ങളെ ഭയങ്കര വിശ്വാസാ. വേറെ എല്ലാ പണിയും ഞങ്ങൾക്ക് തന്നെ തരും. വേറെ ആരും അത്ര വിശ്വാസമില്ല. നിങ്ങളുടെ അടുത്ത് വീട്ടിലെ ടാങ്ക് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ട് എത്ര നാളായടാ? എവിടെ പോയി കിടക്കാനുണ്ടും? പക്ഷെ ഫുഡ് ഫ്രീ ആയിട്ട് കിട്ടും. അല്ല എങ്ങനെ ബാക്കി വരികയാണെങ്കിൽ ഇത് ഞാൻ ശമ്പളത്തിൽ നിന്ന് പിടിക്കട്ടാ. അല്ല അപ്പൊ ഇന്ന് ശമ്പളം ഉണ്ടോ? അല്ല അത് ഭാവിയിൽ എപ്പോഴെങ്കിലും തരുമ്പോ. ഭാഗ്യമല്ലേ? ആരാ ഞങ്ങളുടെ? അല്ല നിങ്ങളുടെ യോസിയാട്ടുണ്ട്. അല്ല അപ്പൊ അപ്പൻ എന്താ ഈ ടൈമിൽ കല്യാണം? കല്യാണം ശരിക്കും നാളെയാ. നാളെ ഞാൻ ഇത്രയും ബിസിയാണെന്ന് വിചാരിച്ചോട്ടെ. അപ്പൊ കുറച്ച് ബിസ്ക്കറ്റാ. അപ്പൊ അവന് പക്ഷെ ഇതൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? എല്ലാം ഉണ്ടാവും, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, അൽസിമേഴ്സ്. ഒന്ന് പോടാ, എനിക്കൊരു തേങ്ങയില്ല. അത് ടെസ്റ്റ് ചെയ്യാത്തോണ്ടായിരിക്കും. ഒന്ന് പോടാ. ഇതിൻ്റെ ഒപ്പം നല്ല ഒരു ചൂട് ചായ അടിച്ച് നല്ല പാതയൊക്കെ ആക്കിയിട്ട്. ഓ ഈ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടും? അതൊക്കെ പെട്രോൾ അടിക്കുന്നതനുസരിച്ച്. ഓ കൂട്ടുകാരുടെ ഒക്കെ കല്യാണം കഴിഞ്ഞോണ്ടിരിക്കുക. എൻ്റെ കൂട്ടുകാരൊക്കെ മരിച്ചോണ്ടിരിക്കുക. അടുത്ത അപ്പാപ്പനായിരിക്കും ഇനി. അത് നിന്റെ അപ്പാപ്പനാ? എൻ്റെ അപ്പാപ്പനൊക്കെ പണ്ടേ മരിച്ചു. നീ എന്നാ മരിക്കുക? 3 ചായ. ഒന്ന് വിത്തോട്ടെ. കൈ എടുക്കണ സ്ഥലം എവിടെയാ? ആ ഞാൻ പഴുത്തിട്ടില്ല. ഓക്കെ
അല്ല ഏതാ വിത്തൗട്ട്? അത് വിത്തോട്ട്. ആ വിത്തൗട്ട് അല്ലെങ്കിൽ കൊച്ചുമക്കൾ പ്രശ്നം ഉണ്ടാക്കും. സ്നേഹം കൊണ്ടാണേ. എൻ്റെ പേരെന്താ? എൻ്റെ പേര് അബ്ദുള്ള. ചായക്കടക്കാരൻ അബ്ദുള്ള. ഓ അല്ല അപ്പാപ്പൻ എപ്പോഴാ എത്തണ്ട അവിടെ? എനിക്ക് എപ്പോൾ എത്തിലും കുഴപ്പമില്ല. ആ ഇതപ്പോ കൂട്ടുകാരൻ്റെ കൊച്ചുമുള്ള കല്യാണം? ആ അത് ശരി. സ്കൂളിലൊപ്പം പഠിച്ച കൂട്ടുകാരൻ? ആ ആ. കൂട്ടുകാരൻ്റെ പേരെന്തപ്പോ? സരോജ്. 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 സരോജ. സരോജ്. സരോജിനി. അപ്പൊ കൂട്ടുകാരനല്ല, കൂട്ടുകാരി. കൂട്ടുകാരി, പണ്ടത്തെ കൂട്ടുകാരി. അങ്ങനെയല്ലടാ. എൻ്റെ ആദ്യത്തെ ഭാര്യ സരോജിനി. ഞങ്ങൾ ഡൈവോഴ്സാ. അവരുടെ കൊച്ചുമോളുടെ കല്യാണം. അധികകാലം ഞങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നേ. കഷ്ടിച്ചൊരു 1.5 കൊല്ലം ഉണ്ടായിരുന്നു. അതിനുശേഷം അവൾ വേറെ കല്യാണം കഴിച്ചു. അതിൽ കൊച്ചുമോളുടെ കല്യാണത്തിനാണ് ഇപ്പോൾ പോകുന്നത്. അപ്പം അമ്മാമ്മയായിട്ട് ഇപ്പോഴും സംസാരിക്കാറുണ്ടോ? ആ അധികം സംസാരിക്കാറൊന്നുമില്ല. പെട്ടെന്ന് കൊച്ചുമോളുടെ കല്യാണം ക്ഷണിച്ചു, പോകാമെന്ന് വിചാരിച്ചു. അപ്പം എന്താ ഉണ്ടായി അമ്മാമ്മയായിട്ട് ശരിക്കും? വയസ്സായില്ലടാ, അതൊക്കെ മറന്നുപോയി. വാ പോവാം. ശരി അബ്ദുള്ളേ, കാണേ. ആ ആളെ അറിയോ? പിന്നെ നമ്മുടെ ആളല്ലേ അബ്ദുള്ള. അവളോട് സംസാരിച്ചിട്ട് കുറേ കാലമായി. ഞാൻ എൻ്റെതായ തിരക്കിലൊക്കെ പെട്ടുപോയി. പെട്ടെന്നൊരു ദിവസം പിടിച്ചിട്ട് കല്യാണത്തിന് അടിച്ചിരിക്കുക. എനിക്കത്ര ഒരു സുഖം തോന്നിയില്ല. കല്യാണത്തിന് വിളിക്കാതെ തന്നെ വീട്ടിൽ വന്ന് നേരിട്ട് വിളിക്കണ്ടേ? ഇത് ഫോണിൽ വിളിച്ചേക്കുന്നു. വേണമെങ്കിൽ വന്നിട്ട് പോക്കോളാൻ. എന്നിട്ട് പറയാം കാർ അയക്കാമെന്ന്. എന്തിനാ എനിക്ക് കാർ അയക്കുന്നു? എനിക്ക് സ്വന്തമായിട്ട് കാറ് വിളിച്ച് വന്നുകൂടെ? ഞാനിപ്പോഴും ഗതി പിടിച്ചിട്ടില്ല, ഒറ്റയ്ക്കാന്ന് അവളുടെ വിചാരം. അങ്ങനെ പറ്റില്ലല്ലോ. അല്ല അപ്പോൾ വഴിയിൽ വെച്ച് കണ്ട കൊച്ചുമക്കളോ? അത് വേറെ, അത് വേറെ. അങ്ങനെയാണെങ്കിൽ ആ കൊച്ചുമക്കളോട് തിരിച്ചു പോകാൻ പറയണ്ടായിരുന്നു. അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അമ്മാമ്മയുടെ മുന്നിലൊരു ഇതായന്. ആ ഇനിയിപ്പോൾ അവരൊന്നും വേണ്ട, നിങ്ങളുണ്ടല്ലോ. ആ ഞങ്ങളുണ്ട്, നമ്മുടെ ഈ വണ്ടിയുണ്ട്. കറക്റ്റ്. ഞാൻ വിളിച്ച വണ്ടിയൊന്നും പറയാമല്ലോ. ആ പറയാലോ. എന്നെ വിട്ടുപോയാൽ അവൾക്ക് വിഷമമാകണം. ഏത് ആ വണ്ടി കണ്ടിട്ടാ? അത് ഞാൻ നോക്കിക്കോളാം. ഈ വണ്ടി ഒന്ന് കഴുകാൻ പറ്റുമോ? അതൊക്കെ മഴ പെയ്ത് ശരിയാവും. വണ്ടി ചളിയാ. അവളതിലേക്ക് ഉള്ള ശ്രദ്ധിക്കുന്ന ആളാണ്. അവള് വലിയ വൃത്തിക്കാരിയാ. അവൾ അരി കഴുകിയ വെള്ളം വരെ നമുക്ക് കുടിക്കാൻ പറ്റും. ഞാൻ അവളെ അരി കഴുകുമ്പോഴൊക്കെ അവളെ ഞാൻ ഓർക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ചപ്പാത്തിയാക്കി. ആ വണ്ടിയൊന്നും പെയിനടിക്കാൻ പറ്റുമോ? പോയാ പാപ്പ. വെയിലത്ത് വാടില്ല എന്നും എൻ്റെ ഉള്ളിൽ ചൂടുള്ള തീ കടുവയ ഡ്രാക്കിൻ്റെ എനുമിയ തീ തുപ്പി ഭയമൊത്തം പൊള്ളലായി തീ മൊത്തത്തി തീ. നിങ്ങൾ ഈ പാട്ടും തമ്മിൽ യാതൊരു ബന്ധമില്ല. അതെന്താ പാപ്പ, ഞങ്ങൾ തീയല്ലേ? ജോസിയേട്ടൻ എത്ര കാശ് നിങ്ങൾക്ക് ബാക്കി തരാനുണ്ടെന്നാ പറഞ്ഞേ? കാശിന്റെ മാത്രല്ല പാപ്പ, സ്നേഹം. ഇപ്പൊ അപ്പാപ്പന അമ്മാമ്മയുടെ സ്നേഹമുള്ളതുകൊണ്ടല്ലേ കല്യാണത്തിനൊക്കെ പോണേ. സ്നേഹം. അവൾക്ക് എന്നോടൊരു വില കുറവുണ്ട്, അത് മാറ്റാനായിട്ടാ പോണേ. അല്ല അമ്മയുടെ മുമ്പിൽ ഷോ കാണിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ചെറിയ സ്നേഹം ഉണ്ട്. സ്നേഹ ടെൻഷനാ. ഇന്നലെ ഇത് മുഴുവൻ ആലോചിച്ചിട്ട് ഉറങ്ങാൻ കൂടെ പറ്റിട്ടില്ല. ഉറക്കൊക്കെ പോയി തുടങ്ങിയിട്ടപ്പാവല്ലേ? ഓടാ അവിടെ നിങ്ങളുടെ പ്രായമല്ല എൻ്റെ. ഇത് കൊള്ളാം. ഗാനം പോലെ അഴകിൻ്റെ അല പോലെ.
അന്തിക്കടപ്പുറത്തൊരോലക്കൂടെ എടുത്ത് നാലും കുട്ടി നടക്കണത് ആരാണ് ആരാണ്? ചെമ്മാനം വാഴണ തുറയറയൻ അങ്ങേ കരയിൽ പള്ളി ഉറങ്ങാൻ കൂട്ടര് പോണതാണേ. അപ്പൊ പണ്ട് നിങ്ങൾ എങ്ങനെയാ ഓരോ സ്ഥലത്തേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്? പണ്ടെല്ലാ സ്ഥലത്തേക്കും നടന്നിട്ടില്ലടാ പോണേ. ആ, അന്ന് ബസ്സും കാളവണ്ടിയൊന്നും ഇല്ലല്ലോ. എടാ എനിക്ക് എന്ത് പറയാനുണ്ടെന്നാ നിങ്ങളുടെ വിചാരം? അന്നേരം ചക്രമൊന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. ആ പിന്നെ ഇല്ല, ചക്രം എന്ന് പറയുമ്പോ വിവേകാനന്ദ അവിടെ വന്നപ്പോ അപ്പാപ്പനായിരുന്നു ഡ്രൈവർ. ഓ അപ്പൊ അവന്റെ അച്ഛനകളും പ്രായമുണ്ട്. കേരളപ്പിറവിയുടെ അന്നേ അപ്പാപ്പന് 90 വയസ്സുണ്ട്. അപ്പൊ അവന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ക്രിസ്തു അപ്പൂപ്പൻ. അപ്പാപ്പ അന്ന് തോടുവണ്ടി കളിച്ചായിരുന്നു ആലപ്പുഴ. ശരിയാടാ, വയസ്സായി എനിക്ക്. അശ്ശോ, സെന്റി കണ്ണൊക്കെ കാണല് കുറഞ്ഞു. അശ്ശോ. വീട്ടിൽ വന്നാലേ ഉള്ളു മേലുവേദനയാ. ഓ, പ്രത്യേകിച്ചും തോളുവേദന. തോളുവേദനയ്ക്കുള്ള നിങ്ങളുടെ തൈലം തരുമോ? ഞങ്ങളുടെ എന്ത് തൈല? ഏയ്, നിങ്ങൾക്കും തോളുവേദന ഇല്ലേ? ജോസിയേട്ടൻ്റെ മൂട് താങ്ങിയിട്ട്. അല്ല പാപ്പ, ഗിഫ്റ്റ് ഒന്നും കൊടുക്കണില്ല അപ്പൊ? ഗിഫ്റ്റോ? ജയൻ ഐ വി ശശിയുടെ കൊച്ചുമോൾക്ക് ഗിഫ്റ്റ് കൊടുക്കോ? എന്താന്ന്? ഞാനാ ജയൻ. ഓ, അപ്പം ജയൻ കൊടുക്കണ്ടെന്നാ പറയണ. അപ്പൊ കൊടുക്കുന്നില്ല എന്ന്. ഗിഫ്റ്റ് കൊടുക്കണില്ല. ഈ അപ്പാപ്പ ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിൽ ഭയങ്കര മോശമായിട്ടാ. വെറുതെ കല്യാണത്തിന് ഫുഡ് അടിച്ചിട്ട് പറഞ്ഞ പോലെയോ. അങ്ങനെയാണ് ചെറുത് വല്ലതും കൊടുത്താൽ പോരെ? പൂവോ ബൊക്കയോ അവളുടെ ഭർത്താവിന് റീത്തോ? അമ്മാമ്മയ്ക്കല്ല നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണേ, കൊച്ചുമോൾക്കാണ്. പക്ഷെ ഗിഫ്റ്റിൽ വീഴേണ്ടത് അമ്മാമ്മ. അങ്ങനെയാണ് എന്താ കൊടുക്കുക? അമ്മയ്ക്ക് എന്താ ഇഷ്ടം? അവൾക്ക് പിള്ളേരെ വളരെ ഇഷ്ടമാണ്. ചെയ്യാൻ കൊടുക്കാൻ പറ്റില്ല. അതല്ല അപ്പാപ്പ, നമ്മളെ കൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഗിഫ്റ്റ്, അല്ല ബാഗോ പെർഫ്യൂമോ പേഴ്സോ ക്യാഷോ അങ്ങനെ എന്തെങ്കിലും. അവൾക്കങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. യാത്ര ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. എടാ, ജോസേട്ടൻ കഴിഞ്ഞ ദിവസം പോയ സാധനത്തിന്റെ ഫോട്ടോ ഉണ്ടോ നിന്റെ? ഓ, അതൊരു നല്ല ഐഡിയ ആണ് കേട്ടോ. ഈ പരിപാടി ഇതിന് എത്ര വരും? ഇതിന് 14,000 ഒക്കെ ആവും. പക്ഷെ സാധനം അടിപൊളിയാ. ഈ സാധനമൊക്കെ അടിപൊളിയാ, പക്ഷെ 14,000 കൊടുക്കണ്ടേ? ആ, അത് വേണ്ടി വരും. ഇതേ സംഭവമേ നമുക്കൊരു 150 രൂപയ്ക്ക് കിട്ടും. ഒരു സൈഡിലേക്ക് റിസോർട്ടിന്റെ പേരൊക്കെ ഒരു മിനിറ്റ്, 10 മിനിറ്റ്. ഡെക്കറേഷൻ കൊടുത്തോ? കുറച്ച് ഡെക്കറേഷൻ. ആ, കാണുമ്പോൾ തന്നെ ഞടണം. എന്നാ നമുക്ക് മിന്നൽ സൗണ്ട് എഫക്റ്റ് കൊടുത്താലോ? ആ, അത് കൊള്ളാം. ഒന്ന് പോവാ പാപ്പാ. വരാം. അല്ല, ഇത് പക്ഷെ ബാർകോഡൊക്കെ വെച്ചിട്ട് വല്ല പ്രശ്നമോ? അത് ചെയ്യണമെന്നില്ല. ഇത് കഴിഞ്ഞ മാസം ജോസായിട്ട് റിസോർട്ടിൽ പോയ കൂപ്പണല്ലേ. ഇതേപോലെ തന്നെ ബാർകോഡൊക്കെ മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച് നമ്മൾ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കണം. അല്ല, നമ്പറിലേക്ക് വിളിച്ചു വെച്ചാൽ അത് ഉടായിപ്പാന്ന് മനസ്സിലാവില്ലേ? അതിന് നിങ്ങളുടെ നമ്പർ ഇവിടെ ഇട്ടാ മതി. അല്ല, അപ്പൊ അവര് വിളിച്ചു വെച്ചാൽ നമ്മൾ എന്താ പറയണ്ടേ? റിസോർട്ട് കത്തിപ്പോയി എന്ന് പറയണം. അത് കൊള്ളാം. എന്ത് റിസോർട്ട് കത്തിപ്പോയതാ? അല്ല, അവര് വിളിച്ച റിസോർട്ട് കത്തിപ്പോയെന്ന് പറയാ. എന്നിട്ട് കൂപ്പൺ വാങ്ങിയവരുടെ ബാങ്കിലേക്ക് റീഫണ്ട് കിട്ടുമെന്ന് പറയണം. ആ, എന്താ കുഴപ്പം? അത് കൊള്ളാം. ദേ വന്നു. നിനക്ക് കാശ് ചെലവും ഇല്ല, അവരുടെ മുന്നിൽ ആളാവും ചെയ്യാലോ. ആ നമ്പർ ടൈപ്പ് ചെയ്താകും. ആ, കല്യാണ സീസൺ അല്ലേ. ആ, അപ്പൊ ശരി, നാളെ വന്നാ മതി, ശരിയാക്കി വെക്കാം. ഞങ്ങൾക്ക് ഇത് ഇന്ന് തന്നെ വേണം. ഇവിടെ പ്രിന്ററൊക്കെ ഉള്ളതല്ലേ? അല്ല, കട്ടിക്കടലാസിലല്ലേ, അത് ടൗണിൽ പോണേ പ്രൊഫഷണലായിട്ട്. അതൊക്കെ ആദ്യം പറയണ്ടായിരുന്നു. ഈ അവസാന നിമിഷമാണ് അത് പറയുന്നത്. അർജന്റല്ലേ തോന്നി. എത്തി. അത് നിനക്കത് പറയാറുന്നില്ലേ?
ഞാൻ കഴിഞ്ഞ മാസം ജോയിൻ ചെയ്തോളൂ. ഞാൻ പഠിച്ചു വരുന്നുള്ളേ. എന്താ ചെയ്യണേ? നമുക്കേ പോവാം. എടാ നീ അതെ ഇമെയിൽ അയച്ചിട്ടോ, ഞങ്ങൾ പ്രിന്റ് എടുത്തോളാം. ആ പിന്നെ എൻ്റെ വേറെ കുറച്ച് പ്രിന്റ് എടുക്കാണ്ട്, ഞാനതേ അയച്ചിടാം. നിങ്ങൾ എന്തായാലും അങ്ങോട്ട് പോവല്ലേ? നീ അയച്ചിട്ടോ. ആ ചേട്ടൻ എന്തായിരുന്നു? പ്രിന്റ് അല്ലേ? പ്രിന്റർ കേടാട്ടാ. ജോസേട്ടാ ഞങ്ങൾ വന്നോണ്ടിരിക്കുക, ഒരു അരമണിക്കൂറിലെത്തും. ഞങ്ങളിത് ഇപ്പൊ എത്തും. അതാ വേഗം വാടാ, നമ്മള് വേഗം ചെന്നില്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ള കാശ് ആള് വേറെ കൊടുക്കുന്നവരാണ്. വിട്ടോ ജോസേട്ടാ അയച്ചാ ലൊക്കേഷൻ നോക്കി. ഇല്ലടാ, ആദ്യം അപ്പാപ്പനെ കൂടെ ആക്കാം, എന്നിട്ട് നോക്കാൻ പറ്റും. ഇവിടെ സാറയില്ലടാ, നിങ്ങൾ എന്നോട് ഇറക്കിക്കോ, എന്നിട്ട് നിങ്ങൾ പൊക്കോ. അതൊന്നും വേണ്ട. ഞങ്ങൾ വരാണ്ട് പിന്നെ കാറൊക്കെ കാണിക്കണ്ട മാമയ്ക്ക്, നമ്മുടെ പ്ലാൻ. അല്ല നിങ്ങൾക്ക് ലേറ്റ് ആവില്ലേ? അപ്പാപ്പനെ ഏതായാലും 5 മിനിറ്റ് പരിപാടിയിലുള്ളൂ, നമുക്ക് നോക്കാം. ഓക്കെ, എന്തായാലും ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് ഉള്ള അവളുടെ വീട്ടിലേക്ക്. ആ വളവ് കഴിഞ്ഞ് 2ാമത്തെ വീടാവട്ടെ. ഈ അപ്പാപ്പനെ ഷട്ടിൽ കറയണ്ടല്ലോ. അയ്യോ എവിടെ? പ്രശ്നമൊന്നുമില്ല, അങ്ങനെ അറിയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല പാപ്പ. ശ്രദ്ധിച്ച് നോക്കി അറിയില്ലേ, അവളിതൊക്കെ ശ്രദ്ധിക്കും. എന്താ ചെയ്യാ? ആ പുതിയ ഷർട്ട് വാങ്ങണം. ഇല്ലടാ, ഇതിന് സമയമില്ല, വേറൊരു വഴിയുണ്ട്. എന്നെ കാണാൻ ഇപ്പോൾ ഓക്കെ അല്ലേ? അടിപൊളി, ഒന്നും പിടിക്കല്ലേ. അപ്പൊ അവൻ ധൈര്യമായിട്ട് പോകാം. ഇത് കൃഷ്ണനായരല്ലേ? തലേന്ന് തന്നെ എത്തിയല്ലേ തിന്നാൻ? എല്ലാവരും ഉണ്ടല്ലോ, ഞാൻ വിചാരിച്ചു ചത്തുന്നു. ഇന്ന് തന്നെ വന്നൂല്ലേ, നന്നായി. കല്യാണം നാളെയൊന്നും അറിയാം. ഹൈദരാബാദ് വകുപ്പ് കൊണ്ട് അത്യാവശ്യമുണ്ടേ, പിന്നെ കൊച്ചുമക്കൾ കൂടെ നിർബന്ധിച്ചുകൊണ്ട് പോന്നാ. അവർ വന്നിട്ടുണ്ട്, അനിലും മുകേഷും. ഓ അത് ശരി, അവരെ കൂടി വിളിക്കായിരുന്നു. ഇല്ല, ധൃതിയുണ്ട്, പെട്ടെന്ന് പോണം. ഇന്ന് കൊച്ചുമക്കളെ ഒന്ന് കണ്ട് അനുഗ്രഹിച്ചൊന്ന് പോകാന്നൊക്കെ വിചാരിച്ചു വന്നാ. അപ്പോ ഇതാണോ പറഞ്ഞ? ഇതാണ് കൃഷ്ണൻ നായര്, ഞാൻ പറഞ്ഞിട്ടില്ലേ? മോളെന്ത് ചെയ്യുന്നേ? ഞാൻ ജോലി തപ്പിക്കൊണ്ടിരിക്കുക. ആണോ? ഏത് കോഴ്സാണ് പഠിച്ചത്? കമ്പ്യൂട്ടർ സയൻസ്. ഓ, എൻ്റെ കൊച്ചുമക്കളും അവരുടെ പാർട്ട്നേഴ്സൊക്കെ ആയിട്ട് ഹൈദരാബാദിൽ നല്ലൊരു ബിസിനസ് നടത്തുന്നുണ്ട്. ഞാൻ നോക്കാം കേട്ടോ. ദേ, അപ്പാപ്പൻ്റെ വക ഒരു ചെറിയ ഗിഫ്റ്റ്. താങ്ക് യു. ഒന്നും വേണ്ടായിരുന്നല്ലോ. റിസോർട്ട് പാക്കേജ്, അതും കൊടൈക്കനാൽ. താങ്ക് യു പാപ്പ. പേരക്കുട്ടികൾക്ക് നല്ലപോലെ അറിയുന്ന റിസോർട്ടാണ് കേട്ടോ. അവള് കല്യാണം കഴിഞ്ഞിട്ടേ അവരെ ഒന്ന് മൊബൈലിൽ വിളിച്ചാൽ മതി, അവർ ആ ഡീറ്റെയിൽസ് ഒക്കെ പറയും കേട്ടോ. ഓക്കെ.
എന്തിനാ ഇത്രയൊക്കെ വെറുതെ? ചിലതൊക്കെ നല്ലതിനാ സംഭവിക്കുന്നത്. നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നെങ്കിൽ ഞാൻ മടി പിടിച്ചങ്ങ് ഇരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. സരോജിനി പോയപ്പോൾ കനകം വന്നു. അതിനുശേഷമാണ് ഈ ഹോട്ടൽ ബിസിനസ്സൊക്കെ തുടങ്ങിയത്. കൊച്ചുമക്കളതെല്ലാം നോക്കുന്നത്. ഇപ്പോൾ ഹൈദരാബാദ് ബ്രാഞ്ച് നാളെ ഞങ്ങൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഹോട്ടലൊക്കെ തുടങ്ങിയോ? കേട്ടിട്ടുണ്ടാവും, ഹോട്ടൽ പർദീസ. ഇല്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ 3 സ്റ്റാറാ, 5 സ്റ്റാർ ആകാനുള്ള അപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്രിസ്മസോട് കൂടി അതെല്ലാം ശരിയാവും. കുട്ടിയുടെ വരൻ എന്ത് ചെയ്യുന്നത്? എഞ്ചിനീയറാണ് ബാംഗ്ലൂര്. ഇപ്പം എല്ലാവരും എഞ്ചിനീയർമാരാണല്ലോ. ജോലി സ്ഥിരതയില്ല, ശമ്പളവും വളരെ കുറവ്. എൻ്റെ കൊച്ചുമക്കൾ പറയാറുണ്ട്, ഗതി പിടിക്കാൻ എന്തെങ്കിലും ബിസിനസ് ആകാൻ നല്ലത്. അങ്ങനെയാണ് ഹോട്ടൽ ബിസിനസ് തുടങ്ങിയത്. എൻ്റെ മേഖല പിന്നെ പാചകമാണല്ലോ. എടാ ജോസേട്ടാ ലൊക്കേഷൻ നോക്കിയേ. റേഞ്ച് കുറവാ. ബിസിനസ് തുടങ്ങേണ്ട താമസം. പല സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ വിളി വന്നു തുടങ്ങി. അവിടെ ഒരു ശാഖ തുടങ്ങുക, ഇവിടെ ഒരു ശാഖ തുടങ്ങുന്നത് പറഞ്ഞു. ഇപ്പത്തെ ജോസേട്ടാ, ഞങ്ങൾ ജസ്റ്റ് വഴിയിൽ നിന്ന് ഒരു അപ്പാപ്പനെ കണ്ടിരുന്നു. ആളെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാ. സരോജിനിക്ക് ഓർമ്മയുണ്ടോ പണ്ട് നമ്മൾ ബസ്സിലൊക്കെ കയറി യാത്ര ചെയ്ത് നടന്നിരുന്നത്? ഇപ്പം അതൊന്നും ആലോചിക്കാൻ കൂടെ പറ്റില്ല. ഞാൻ ആദ്യമായിട്ട് അവർക്ക് വാങ്ങിച്ചു കൊടുത്ത കാറാ കാണുന്നത്. വീട്ടിൽ 3 ഉണ്ട്. ഇപ്പോഴും അവരാ കാർ ഓടിച്ചാ നടക്കുന്നത്. ജോസേട്ടാ അയച്ചെന്ന ലൊക്കേഷൻ വന്നിട്ടുണ്ട്. ഇവിടെ തന്നെയാണല്ലോ കാണിക്കണേ. ഇനി ഇതാണോ വീട്? ഇതാണോ വീട്? കൊച്ചുമക്കൾക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു. പഠിത്തം കഴിഞ്ഞ ഉടനെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം എന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം. മറ്റൊരാളുടെ കീഴിൽ പണിയെടുക്കുന്നൊന്നും അവർക്കൊരു താല്പര്യമില്ല. ഇതന്നെ ഇങ്ങോട്ട് വാ. എന്താ അവിടെ നോക്കിക്കണ? ആ വായ നോക്കിക്കണ പാത്രമൊക്കെ നിരക്കിക്കേ. കാറ്ററിങ്ങിന്റെ പണിക്ക് പറഞ്ഞ പിള്ളേരാ, ഒരു ഉത്തരവാദിത്തമില്ല. ഏതാ പാപ്പനെ ലിഫ്റ്റ് കൊടുത്തിരിക്കുക. ഒരു പണി പറഞ്ഞ മര്യാദക്കിട്ട് ചെയ്യൂല. ഫുഡ് പാവട്ടാ. ചേച്ചി ഇതെവിടെ ഇറക്കി വെക്കണ്ടേ? അമ്മമ്മ ഈ നമ്പറിലേക്ക് വിളിച്ചപ്പോഴേ കേറ്ററിംഗ് വരണേ. പോട്ടെ, പാവം. അയ്യോ, കൃഷ്ണനാര് പോവാണോ? വാ, ഒരു മിനിറ്റ് വാ. കൃഷ്ണനാര് കണ്ടില്ലേ, കൊച്ചു പിള്ളേരുടെ കല്യാണം വരെ കഴിഞ്ഞു. തന്റെ ഇനി എന്നാ? സരോജിനെ, കൃഷ്ണനാരെ കണ്ടില്ലേ? സരോജിന് പോയി പിന്നെ ഒറ്റ തടിയാ. ഇപ്പം അതേ ആ കാറ്ററിംഗ് പിള്ളേരുടെ കൂടെയാ. ഒരു ഗതിയില്ല. സരോജിനെ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തിനാ കാശ്? ഒരു പണി എടുക്കൂല. എപ്പോൾ നോക്കിയാലും കാശ് കാശ് കാശ്. അല്ല, നിങ്ങൾ ഈ കാശിന് വേണ്ടി മാത്രമാണോ പണിയെടുക്കണത്? നിങ്ങൾക്ക് പണിയോടൊരു താല്പര്യമൊന്നുമില്ലേ? ഇല്ലെങ്കിൽ പറഞ്ഞോ, ഇവിടെ പിള്ളേരിൻ്റെ കൂടെ. നിങ്ങൾക്കേ ഈ പണിയോടൊരു സീരിയസ്നെസ് അറിയാത്തോണ്ടാ. നീ ബട്ടൺസ് ഇട്ട് നീ കല്യാണ വീട്ടിലേക്ക് വന്നിക്കണവൻ. അതെ, നിങ്ങൾക്ക് ഞാനല്ലാണ്ട് ആരെ പണി തരിക? നിങ്ങൾക്ക് എന്താ ആര് പണി തരാത്ത? നിങ്ങൾക്കൊരു പണി അറിയില്ല. നിങ്ങൾക്കൊരു പണിയും വൃത്തിക്ക് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ടാണ്. എന്ത് എന്ത് എന്താണ്? എന്നാൽ ശരിടാ, നിങ്ങൾ വിട്ടോ. ഒരു കാര്യം ചെയ്യേ, രാത്രി വീട്ടിലേക്ക് വാ. കാശ് ഞാൻ കുറച്ച് തരാല്ലേ, അത് തരാം. ടെൻഷൻ അടിക്കണ്ട, എല്ലാം ശരിയാക്കടാ. ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ അല്ലേ? അല്ല, എല്ലാം ഓക്കെ അല്ലേ? നമ്മൾ തമ്മിൽ ഓക്കെ അല്ലേ? ഓക്കെ എന്ന് പറയാ. ഓക്കെ ആവണം. ഓക്കെ.
കൊച്ചുമക്കളാന്നാ പറയണേ അപ്പോ? സ്വത്തൊക്കെ ഞാൻ കേട്ടു. അപ്പൊ അയ്യോ, വഴിയിൽ വെച്ചാണ്ട കൊച്ചുമക്കള് പ്രശ്നം ഉണ്ടാക്കും ഇനി. ജോസേട്ടന്റെ അടുത്ത് തള്ളിയത് കറക്റ്റ് ഉറക്കായി. അമ്മമ്മയുടെ അടുത്ത് തള്ളിയത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. അല്ല അപ്പ നിങ്ങൾ കാരണമാണ് അറിയത്. ഞങ്ങള് കാരണല്ല, അമ്മമ്മയുടെ അടുത്ത് അപ്പം തള്ളിയ കാരനാണ് അറിയത്. എനിക്കതേ അറിയുള്ളൂ. അതല്ലാതെ എനിക്ക് വേറെ എന്താ പറയാനുള്ളത്? നിങ്ങളെ ലൊക്കേഷൻ നോക്കണമായിരുന്നു. അല്ല അപ്പ ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. നിങ്ങൾക്കൊന്നും അറിയണ്ടായിരുന്നില്ല. കാര്യം കഴിഞ്ഞു. അത് പറയാൻ എളുപ്പമാണ്. അതെന്താ പാപ്പ അങ്ങനെ പറഞ്ഞേ? പിന്നെ നിങ്ങൾക്കെല്ലാം കളി തമാശയാണല്ലോ. നിങ്ങളുടെ പ്രായത്തിലെ ബാക്കി പിള്ളേരെ കണ്ടില്ലേ? വെറുതെ വണ്ടി ഓടിച്ച് നടക്കല്ല. ഇങ്ങനെ തന്നെ അങ്ങ് പൊക്കോട്ടെ. അവസാനം കുറെ വയസ്സായി കഴിയും മനസ്സിലാവും എവിടെ എത്തിയിട്ടില്ല എന്ന്. കൂടെയുള്ളവർക്കൊന്നും വിലയില്ല എന്ന്. അവസാനം എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് നമ്മൾ തന്നെ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറും. ഒറ്റയ്ക്കാവും. ഞങ്ങളുടെ ബിരിയാണി നല്ല വിശപ്പുണ്ടായിരുന്നല്ലേ? എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ. അയ്യേ, പാപ്പൻ്റെ കാര്യമല്ലേ ചോദിച്ചേ? വണ്ടി ഓക്കെ അല്ലേന്ന് ചോദിച്ചേ. ഇവിടെ അടുത്താണല്ലോ നമ്മുടെയും വീട്. ഇപ്പൊ കാശൊക്കെ കിട്ടി തുടങ്ങിയില്ലേ? നീ എന്താ അടുത്ത പരിപാടി? അടുത്തത് നമ്മുടെ സ്വന്തം കേറ്ററിംഗ് സർവീസ്, ഫ്രണ്ട്സ് കേറ്ററിംഗ് സർവീസ് റെഡി ചെയ്യണം. ഞാൻ ചീത്ത പറഞ്ഞോണ്ടാണോ? അയ്യ, അതൊക്കെ ഞങ്ങൾ പണ്ടേ പ്ലാൻ ചെയ്തതാ. പക്ഷെ ഒരു കുക്കിനെ ഒപ്പിക്കണം. പറഞ്ഞ പോലെ അപ്പാപ്പൻ പണ്ട് കുക്കായിരുന്നില്ലേ? അപ്പാപ്പന് വേറെ കുക്കുകൾ ആരെങ്കിലും അറിയോ? കുക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാൻ തന്നെ ആവുന്നതല്ലേ ഒരു ഭംഗി. എന്നാ പിന്നെ നമുക്ക് അകത്ത് കയറി സംസാരിക്കാം. അല്ല, പർദീസ കേറ്ററിംഗ് നമുക്ക് പേരിട്ടല്ലോ. സരോജയുടെ രണ്ടാമത്തെ കൊച്ചുങ്ങളുടെ കല്യാണം ആകുമ്പോഴത്തേക്കും നമുക്ക് സെറ്റ് ആക്കണം. അല്ല അപ്പാപ്പ, ജോസേട്ടനോട് എന്താ പറഞ്ഞേ? ജോസിയേട്ടൻ എന്തിനാ റിസോർട്ടിൽ പോയത് എനിക്ക് അറിയാമെന്ന് പറഞ്ഞാ. അപ്പൊ അയാൾ പേടിച്ചു. അത് ശരി. അപ്പൊ എന്തിനാ ശരിക്കും ജോസേട്ടൻ റിസോർട്ടിൽ പോയത്? ആവോ